ഹലോ. ആ എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അറിയാലോ ഇവിടുത്തെ തിരക്ക്. രാവിലെ എഴുന്നേറ്റ് അപ്പം തുടങ്ങും തിരക്ക്. അടുക്കള പണി മുഴുവനും ചെയ്യണം. അപ്പൂന്റെ സത്യേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഇതൊക്കെ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം. വീട്ടിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ തിരക്ക് എന്താണെന്ന് അറിയാലോ. ഇവിടുത്തെ പഞ്ചായത്തിലാണെങ്കിൽ എന്ത് കാര്യത്തിനും ഞാൻ വേണം. ഉണ്ണിയാർച്ച ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ലെന്നേ. പിന്നെ നീയാണല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിയും കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ. ഇത് ഏതവിട്ടെടുത്താണോ ഈ തള്ളു? പിന്നെ നല്ല കാര്യമായി. സത്യേട്ടന് ഒരു സഹായവും ചെയ്യില്ല. രാവിലെ എഴുന്നേക്കും, പത്രം വായിക്കും, ഭക്ഷണം കഴിക്കും, കുളിച്ച് റെഡിയായി സ്റ്റേഷനിലേക്ക് പോകും. ഇനി അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇല്ലടി, ഞാൻ അവിടെ പോയിട്ട് ചീട്ട് കളിക്കുക. പോലീസുകാരുടെ തിരക്കെന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. പഞ്ചായത്തിലെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. അന്ന് എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ കയറി നിന്നതാ. അന്ന് കാണിച്ചൊരബദ്ധം അത് കുരിശായി. എന്നെയാണോ കുരിശെന്ന് വിളിച്ചത്? നിങ്ങളൊക്കെ വിളിക്കുന്നതല്ല ഒരു ആശ്വാസം. ഇഷ്ടവും സ്നേഹവും ഉള്ളവര് വിളിക്കുന്നതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താ? കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? സമയം കിട്ടണ്ടേ? എന്തായാലും അടുത്ത ആഴ്ച കാണാം. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. രാവിലെ നല്ല തിരക്കാണ്. സത്യേട്ട പോയി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. സത്യേട്ടാ, സത്യേട്ട പുറകിൽ നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങ് പോര്. കഷ്ടം. ഭാര്യ ഫോണിൽ സംസാരിക്കുമ്പോ ഒളിഞ്ഞു നിന്ന് കേൾക്കാനുള്ള മര്യാദ സത്യേട്ടൻ എവിടെ നിന്ന് പഠിച്ചു? ഞാനേ എൻ്റെ സ്വന്തം ഭാര്യ ഫോണിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടത്, അല്ലാതെ നാട്ടുകാരുടെ ഭാര്യയല്ല. പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ രഹസ്യങ്ങൾ പാടില്ല. അതുകൊണ്ട് നീ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം, ഞാൻ കേൾക്കും. പറ, ആരാ വിളിച്ചത്? നിങ്ങളുടെ അച്ഛൻ. ഭർത്താവിന്റെ മൂത്ത് തന്തയ്ക്ക് വിളിക്കുക. നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നാ എന്നിട്ട് കൈ കഴുകാൻ നോക്ക്. നീ എന്താടി പറഞ്ഞത്? എന്ത്? ഭർത്താവിന്റെ മൂത്ത് തന്തയ്ക്ക് വിളിക്കുന്ന ആര്? ഞങ്ങൾ പോലീസുകാർ പോലും ഈ കാലത്ത് ആ ഭാഷ ഉപയോഗിക്കാറില്ല. അതൊക്കെ നിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മതി. ഇതൊരു വീടാണ് കേട്ടാ. എന്താ അച്ഛാ? ഒന്നുമില്ല, മോക്ക് ബസ് വരാൻ സമയമല്ലേ, മോള് പോക്കോ. ഈ കാലം വരെയും ഒരു കുഞ്ഞു പോലും എന്റെ മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. ഞാനും വിളിച്ചില്ലല്ലോ. നീ വിളിച്ചില്ലേ? ഇപ്പൊ പുറത്തു വെച്ച് വിളിച്ചില്ലേ? സത്യേട്ടൻ എന്നോട് ചോദിച്ചു ആരാ വിളിച്ചതെന്ന്. ഞാൻ പറഞ്ഞ സത്യേട്ടന്റെ അച്ഛനാണെന്ന്. ഇതാ നോക്ക്, സത്യേട്ടന്റെ അച്ഛനാ വിളിച്ചത്. സത്യേട്ടൻ അങ്ങോട്ട് ചെല്ലാറില്ല, ഫോൺ പോലും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ഡെയിലി പരാതിയാ അച്ഛന്. ഞാനിങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ മോശമല്ലേ സത്യേട്ടാ? അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞാൻ തിരക്കില്ല. ആ എനിക്കറിയാം സത്യേട്ടാ. അച്ഛൻ എന്റെ അല്ല, സത്യേട്ടന്റെയാ. വല്ലപ്പോഴും അച്ഛനെ ഒന്ന് പോയി കണ്ടില്ലേ ഈ ദൈവദോഷം കിട്ടും. എന്റെ അച്ഛനെ കാണാൻ പോയി എനിക്കറിയാം. ഓയേ, സ്വന്തം ഭാര്യയുടെ പിന്നാലെ ലെൻസുമായി നടക്കുന്നതിന്റെ പകുതി സമയം മതിയല്ലോ ആ അച്ഛനെ ഒന്ന് പോയി കാണാൻ. അതെങ്ങനെയാ? അച്ഛനെ കാണാൻ പോകുന്ന നേരം കൊണ്ട് ഞാൻ ആരെങ്കിലും പിന്നാലെ പോയാലോ? എന്റെ ആർച്ച, എനിക്ക് നിന്നെ ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഇലക്ഷന് മത്സരിക്കാൻ ഞാൻ സമ്മതിക്കൂ? സത്യേട്ടൻ ഇഷ്ടം കൊണ്ട് സമ്മതിച്ചോന്നല്ലോ. ഇവിടെ എല്ലാവരും കൂടെ വന്ന് നിർബന്ധിച്ചപ്പോ നിവർത്തികേട് കൊണ്ട് സമ്മതിച്ചു. പക്ഷേ സത്യേട്ടൻ എന്റെ പുറകെ നടന്ന് ഞാൻ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു അന്വേഷിക്കുന്ന കാര്യം എനിക്കറിയാം. ആ, എനിക്ക് അതിന്റെ ആവശ്യം എന്താ? ഒന്നാമത് എനിക്കുള്ള സമയമില്ല, പിന്നെ എനിക്ക് നിന്നെ സംശയവും ഇല്ല. അതാരാ? പോയി നോക്ക്. നിന്നെ കാണാമെന്ന് ഏതെങ്കിലും വായുക്കളായിരിക്കും. സാറേ, ആ പവിത്ര, നീയായിരുന്ന എന്താടേ? സാറിന് പോയില്ലേ? പോയെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവോ? ഭയങ്കര ചൂടിലാണല്ലോ ഇന്ന്. ആ മെമ്പറേ, എന്നാ കൊണ്ട് വിശേഷമൊക്കെ? ഓ, നീ അറിയാത്ത എന്ത് വിശേഷം ഇവിടെ നടക്കാനാ? പിന്നെ ഈ വീട്ടിൽ പുതിയ വാടകക്കാരായി കേട്ടോ. ഇനി ഞാൻ എഗ്രിമെന്റ് ഒക്കെ വെച്ചു. ഇന്നലെ വൈകിട്ട് ഒരു സാധനമൊക്കെ കൊണ്ടുവന്നായിരുന്നു. രാത്രി 12 മണി ആയതുകൊണ്ട് പിന്നെ വിളിക്കാതിരുന്ന. ആ സമയത്ത് വിളിക്കുന്നത് മോശമല്ലേ? 10:30 ആകുന്നിടത്ത് അവരിങ്ങ് വരും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അതിന്റെ മോശം അഭിപ്രായം ഈ പവിത്രനല്ലേ വരുന്നത്. എന്നാ ശരി സാറേ. സത്യേട്ടാ, പണി പാളി. അവിടെ വാടകക്കാര് വരാതിരിക്കാൻ സത്യേട്ടൻ എന്തൊക്കെ പണികൾ ഒപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? വീട് ഇഷ്ടപ്പെട്ട് വരുന്നവരെ പഴയ പ്രേതകഥകൾ പറഞ്ഞ് വിരട്ടി ഓടിക്കും. എന്നിട്ടിപ്പൊ എന്തായി?
സകല പദ്ധതികളും പൊളിഞ്ഞു